ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് മഷ്റൂം അഥവാ കൂണ് വെച്ചുള്ള ഒരു റെസിപ്പിയാണ്. ഒരുപാട് റെസിപ്പി നമ്മൾ മഷ്റൂം വെച്ച് ചെയ്യാനറിയാം, പക്ഷേ ഇത് ഞാനൊരു വെറൈറ്റി റെസിപ്പിയാണ് കാണിക്കുന്നത്. നമ്മൾ മീൻ പറ്റിച്ചെടുക്കുന്നത് പോലെ മഷ്റൂം പറ്റിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ മഷ്റൂം ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തക്കാളിക്ക ഇട്ടാണ് നമ്മളിത് പറ്റിക്കുന്നത്. തക്കാളിക്ക, പച്ചമുളക്, കൊച്ചുള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങ അല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൊച്ചുള്ളി ഇഞ്ചിയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. ചതയ്ക്കുമല്ല, ഒന്ന് ചെറുതായിട്ട് അരച്ചെടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഇനി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കൊച്ചുള്ളി. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത് നമ്മൾ മീൻ പറ്റിക്കുന്ന പോലെ പറ്റിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ മഷ്റൂം ഇടാം. മീൻ പറ്റിക്കുന്നതിന് നല്ല എരിവ് എല്ലാം വേണമല്ലോ, അതുപോലെ നമുക്ക് മഷ്റൂമിന് നല്ല എരിവ് വേണം. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് നല്ല എരിയുള്ള 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അരപ്പാണ്. ഇത് ശരിക്കങ്ങ് അരച്ചിട്ടില്ല, ഒരുമാതിരി ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് പുളിക്ക് വേണ്ടി തക്കാളി അരിഞ്ഞിടാം. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പുളിയെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഒരുപാട് വെള്ളം വേണ്ട. നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇതെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. മഷ്റൂം ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേവൊന്നുമില്ല. പിന്നെ ആ ചാറൊക്കെ ഒന്ന് പറ്റി തക്കാളിക്കയുടെയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം എടുക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. നമ്മുടെ മഷ്റൂമും തക്കാളിക്കയും കൂടെ പറ്റിച്ചത് റെഡിയായിട്ടുണ്ട്. ചെറിയ പൊടിമീനുകളെല്ലാം നമ്മൾ പറ്റിച്ചെടുക്കുന്ന അതേ ടേസ്റ്റോടെയാണ് ഇതും പറ്റിച്ചിരിക്കുന്നത്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. മഷ്റൂം വെച്ച് ഇങ്ങനെ പറ്റിച്ചത് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.